ഇത് ഞാനിപ്പോ ഒരു ബേക്കറിയിലാണ് ആഹാരം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ബേക്കറിയിൽ വാട്ട് ഇസ് യുവർ നെയിം? ബോസം. യാ ഓക്കെ. പുള്ളി എനിക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ഇങ്ങനെ എടുത്തിച്ചൂടെ. സോറി, വാട്ട് യു ക്യാൻ ഗിവ്? ഓൺലി ചീസ് സംതിങ്. യാ യാ നോ ചിക്കൻ ടു മച്ച് ഐ മീൻ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇതേണ്ട ചീസ് വെച്ചിട്ട് ബ്രെഡ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇപ്പം തൽക്കാലത്തേക്ക് ഒരു അടയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്തെങ്കിലും കഴിച്ച് ശരിക്കും വയറ് കാലിയാകാതെ സൂക്ഷിക്കണം. അതിനുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പുള്ളി ചിക്കനൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷേ ചിക്കൻ എനിക്ക് മതിയായി. ഞാൻ ചിക്കനൊക്കെ തിന്ന് ഒരു പരിവായി. 2 ദിവസം കൊണ്ട് വെറും ചിക്കനാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ യാ അത് കാരണം അത് ചീസ് മാത്രമായിട്ട് ഞാൻ വാങ്ങി കേട്ടോ. യാ ഈറ്റ് ചെയ്യാം. അപ്പോൾ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഡയറ്റ് കുറേ വാങ്ങിച്ചു. ഇത്രയും കൂടെ ഇന്നത്തെ ഇപ്പോഴത്തെ ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വേറെ ഭക്ഷണത്തിന് പോകാം. ഇവിടെ ഇങ്ങനെ ബ്രെഡിൽ കുറേ പലതും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഏതോ ഹോം മെയ്ഡ് കണക്കാണ്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ബ്രെഡാണ് കേട്ടോ. ആൾക്കാർ വരും, കസ്റ്റമർ ഉണ്ടാവും. ഹോളിഡേ ആയതുകൊണ്ട് കസ്റ്റമർ ഉണ്ടാവും തീർച്ചയായിട്ടും. ഇതാണല്ലോ ബ്രെഡാണല്ലോ ഇവിടെ മെയിൻ ഷാപ്പ്. ഒരു റൈസൊന്നും അങ്ങനെ കഴിക്കാറില്ല. നോക്കാം. സ്കേറ്റിങ്. ഇതെന്താണ് സ്കേറ്റിങ് എന്ന് വെച്ചാൽ എനിക്ക് വയ്യ. അവിടെ അതിൽ കയറാൻ പറ്റില്ല. ഫുള്ള് സ്കൂട്ടർ കൊണ്ട് കാണിക്കുന്ന നോക്കി. ഇങ്ങനെ വല്ലാത്ത ഇത് ഇവര് വീഴല്ലേ. ആ സ്കൂട്ടർ അടിപൊളി സ്കൂട്ടർ കയറി. ഇവിടെ ഇങ്ങനെ പറയണത് ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. ഇതും വെച്ച് നിൽപ്പുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ആൾക്കാരാണ്. അവൻ നല്ലൊരു കുറച്ച് പ്രായം ഉള്ള ചെക്കനാണ്. അവൻ അതിനകത്ത് കഴിഞ്ഞ് പറഞ്ഞേ എനിക്ക് വയ്യ. നോക്കി അടിച്ചെൻ്റെ അത് ടയറില്ല, വെറും അതിൻ്റെ ആ ഒരു സൈഡ് മാത്രം വരച്ചിട്ട് ഇങ്ങനെ അടിക്കുക. വല്ലാത്ത സാധനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നോക്കിയാ നിങ്ങൾ. എനിക്ക് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേർ എന്താണ് ചെയ്യണമെന്ന് നോക്കാം. വല്ലാത്ത കഴിവ് തന്നെ കേട്ടോ. കഴിവുണ്ട് ഇവർക്ക് എന്നുള്ള അഭ്യാസമാണെന്ന് തോന്നുന്നു. അടുത്തത് നോക്കി. അയ്യോ ഞാനതെ അത് സ്കൂട്ടർ നോക്കിയേ. ഇവിടെ ഇങ്ങനെ വെച്ച് തളർന്ന് നിൽക്കുകയാണ്. അടിപൊളി. ഇത് ഒരു ഭയങ്കര ഷോയാണ് കേട്ടോ. ഇത് തന്നെ ദൂരം അവിടെ വീണു. ഇടയ്ക്ക് വീഴുകയും മുറിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. ചെറുപ്പക്കാർ പിള്ളേരല്ലേ, അവർക്കും അതിൻ്റെതായ ഒരു പ്രോബ്ലം അല്ല. അവർ വീണ് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പം മുറിവാണ്. കൈയും കാലം ദിവസം പോകണമെങ്കിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അടിപൊളി സംഭവം തന്നെയാണ്. സംഭവം ഒരിങ്ങനെ ഇതിൻ്റെ മേളിലെല്ലാം വലിഞ്ഞു കയറും. വീണില്ലാന്നേ.
യുവമാരത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡെയിലി യുവമാർ ഇതാണെങ്കിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. എന്തായാലും ദേ കയറിയാൽ മുകളിൽ ആ പോണു, ദേ 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 പോണു. അടിപൊളി. വീണു 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 വീണു. കൂടെ നിന്നിട്ട് നോക്കി ഇവർ കാണിക്കുന്ന അഭ്യാസം നിങ്ങൾ കണ്ടോളി. എന്താണെന്ന് നിങ്ങൾക്ക് കാണണേ. സൂപ്പർ അഭ്യാസം. ഒരു ചാറ്റ് പറയുന്നുണ്ട്, അവർ കണ്ടു കേട്ടോ എന്നെ, ഞാൻ വീഡിയോ എടുക്കുന്നത് മനസ്സിലായി. നോക്കിയാൽ ഒരു ടീം തന്നെ ഉണ്ട്, അവർ കാണിക്കാണ്. അതേ നോക്കും. അവിടെ അവിടെ ഒരു ചെറിയൊരു കമ്പി വലിയുണ്ട്, ആ വലിയുടെ മേളിലാണ് വലിഞ്ഞ് കയറുന്നത്. കയറി അടിപൊളി. ഇത് ഇനിയിപ്പോൾ ഈ ഇപ്പുറത്തുള്ള ഈ കസേരയുടെ മേളിൽ കയറും, ആ ഇരിപ്പിടത്തിൻ്റെ മേളിൽ. അവർക്കതൊരു ഹാരാണ് കേട്ടോ. അതവിടെ ഇവിടെ സൈക്കിൾ കൊണ്ട് രണ്ടുപേര് അഭ്യാസം കാണിക്കുന്നുണ്ട്. സൈക്കിൾ ഉണ്ടോ, സൈക്കിൾ കൊണ്ടുള്ള അഭ്യാസം. ആ ഒന്ന് പെങ്കൊച്ചാണ്. പെങ്കൊച്ചുങ്ങൾ കാണിക്കുന്ന അഭ്യാസം നോക്കി. അതിൻ്റെ ഇടയിൽ പ്രാവും ഉണ്ട് കേട്ടോ. ഈ പ്രാവ് ഇങ്ങനെ ഓടിപ്പോകുന്ന കഴിഞ്ഞാൽ എനിക്കൊന്ന് അടിച്ച് വീണതാണ്. പ്രാവ് അത് ഓടിക്കളിക്കുക അതിൻ്റെ കൂടുതൽ. ഇതിനി കൂടുതൽ നമ്മളിവിടെ നിർത്തി കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. കുറേ സൈക്കിളിൻ്റെ പരിപാടിക്കാരുണ്ട്, കുറേ സൈക്കിളുകാർ വന്നു വരുന്നുണ്ട്. അവിടെ കുറേ സൈക്കിളിൻ്റെ ആൾക്കാരുണ്ട്. വൈകുന്നേരത്ത് കുട്ടികൾക്കുള്ള ഒരു അടിപൊളി സെറ്റപ്പാണ് ഇവിടെ. നോക്കിയാൽ ഇവിടെ കുറേ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ആ സ്റ്റാച്ചു ഉണ്ട്, ഇങ്ങനെ വെട്ടി പിളർന്ന് കീറി പിളർന്നൊക്കെ വെച്ചിരിക്കുന്നത്. ഒരാളിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ അതിന് എല്ലാത്തിനും ഒരു സൈഡിൽ കൂടി അത് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു സംവിധാനമുണ്ട്. ഇവിടെ നോക്കി, ഈ ബാഗിലാണ് അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പുറത്തും അതുപോലെ തന്നെ ബാഗിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ബാഗിലാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ ഇവിടെ അതുപോലെ തന്നെ ബാഗിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കി, ആ ഒരു ബാഗിലാണ് അവർ രണ്ടുപേരും കൂടി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ 2 ആപ്പിൾ കടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ മേളിൽ ആ ഭാഗത്തുകൊണ്ട് ഒരു കപ്പിളിൻ്റെ ഒരു, പക്ഷെ അതും ഇതുപോലെ തന്നെ അത് ബാഗിലാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സംഭവം എന്തായാലും ഉള്ള അടിപൊളി സ്റ്റാച്ചു. ഡി മെഡിസിസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. എനിക്ക് അത് രസമുണ്ട് കേട്ടോ. എന്തായാലും ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് പട്ടിയും പൂച്ചയൊക്കെ കാണുന്നു. അത് ഭയങ്കര ഒരു കിവി കഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ കിവിയുടെ ഒരു ശൈലിയിൽ തന്നെ ഒരു ലേഡി ഉണ്ടാക്കി വെച്ചിരിക്കുക. സംഭവം കൊള്ളാം കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു. അടിപൊളി. ഇവരുടെ ഒരു പട്ടിയുടെ ഒരു ഷേപ്പ് ഇരുമ്പിൽ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനി അത് ഫിനിഷ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു, അതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇവിടെ കുറച്ച് ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് കേട്ടോ. പെർഫ്യൂം ഉണ്ടാക്കുന്നതാണത്. അവിടെ ആ ഉണ്ടാക്കുന്ന വിധവും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പെർഫ്യൂം എല്ലാം ഭയങ്കര പരിപാടികളാണല്ലോ. അതൊക്കെ ഒരു പഴയ കാലത്തെ പിയാനോ ആണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം ആൻറ്റിക്സ് ആണ്. നല്ല സംഭവമാണ് കേട്ടോ. ആൾക്കാർ വന്ന് കാണുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മളൊരു വീഡിയോ എടുത്തു. അത് വേണ്ട വലിയൊരു ബോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ശരിക്കും വലിയൊരു ബോട്ട്. ഇവരാണ് മ്യൂസിക്കൊക്കെ വെച്ച് ചെറുപ്പക്കാരിങ്ങനെ നടക്കുകയാണ്. ഓക്കെ, ഒരു വാടകയ്ക്ക് എടുത്ത് ബോട്ടിൽ അർമാദിക്കുകയാണ്. വരുന്ന ഒരു ബോട്ട് അല്ല കേട്ടോ, ഇത് ഭയങ്കര വലിപ്പമുള്ള ബോട്ടാ. എൻ്റെ പൊന്നോ, എന്തൊരു വലിയ ബോട്ട്.
ഇതും അതുപോലെ റെസ്റ്റോറൻറ്റ് തന്നെ ഇതിനകത്ത് കേട്ടോ, ശരിക്കും റെസ്റ്റോറൻ്റാണ്. ഇപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് കഴിയണമെന്ന് തോന്നുന്നു. അത് അവിടേക്ക് പാർക്ക് ചെയ്യലാണ് പരിപാടി. ഇതിൽ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, കിച്ചനും അത് ഇതൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു. വലിയ വലിയ ബോട്ടാണ്. പോയി കഴിഞ്ഞു. ഇത് നമ്മൾ അവിടെ പോയി അടുപ്പിക്കും. ഇതിനിപ്പം ഇതുവഴി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കാണാം. നോക്കട്ടെ, ഈ ബോട്ട് അതുവരെ ഉള്ളതെന്നാണ് തോന്നുന്നത്. അപ്പുറ സൈഡിൽ നമ്മൾ എത്തുമ്പോഴത്തേക്കും ഇത് മാറിപ്പോകാൻ സാധ്യതയില്ല, അത്രയും സ്പീഡിൽ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് നടന്ന് അവിടെ എത്താൻ പറ്റും. ഇവിടെ നിന്ന് വലിയ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് കേട്ടോ, വലിയ ക്രെയിനൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 നില വീടൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഓഫീസിന് വേണ്ടിയിട്ട്. ഇവിടുത്തെ ടാക്സിയുടെ മേളിൽ ലൈറ്റ് വെച്ചിരിക്കുന്നത് നമ്മളെ നാട്ടിൽ ആംബുലൻസിനൊക്കെ വയ്ക്കുന്ന പോലത്തെ ലൈറ്റാണ്. ഈ പോലീസുകാർ ഉപയോഗിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ റെഡ് കളർ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. സമയം എന്തായി? സമയം 7:10 ആയിട്ടുള്ളൂ കേട്ടോ, 7:10. പക്ഷെ ഇപ്പോഴും സൂര്യനെ വെച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ഈ മൂടി കിടക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ വിചാരിച്ചു പെട്ടെന്ന് നേരെ ഇട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നാളെ ഫുൾ ഡേ നൈറ്റ് നാളെ വെളിയിലാണ്. ആ ബോട്ട് അവിടെ വരെ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ബോട്ട് നമ്മൾ അവിടെ നിന്ന് നടന്നു വന്നു. ഞാൻ പുഴയുടെ ഇപ്പുറ സൈഡിലെത്തി. അവരും ബോട്ടിങ്ങിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ആകുമ്പോൾ തീരും കേട്ടോ സർവീസ്.